ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ്, വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ മഴ പെയ്ത് നിന്നിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. എണീക്കാൻ തന്നെ ഒരു ചടപ്പ് പിടിച്ചിട്ടാണ് എണീറ്റത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടി കണ്ടപ്പോൾ ഒന്നും കൂടി ചടപ്പായിട്ടോ. ചടപ്പാണെന്ന് വെച്ചാൽ നമുക്ക് ദിവസം മുന്നോട്ട് പോകണ്ടേ അല്ലേ. അതിനുശേഷം നമ്മൾ ചോക്കോനെ പുറത്തൊക്കെ ആക്കി അവൾക്ക് ബാത്റൂം പോകാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അവളെ ഞാൻ പുറത്ത് നിർത്തിയിട്ട് അവളെ കേജും പിന്നെ ഫുഡ് കഴിച്ച പാത്രമൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. അവളെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അതിനുശേഷം ഞാൻ മാറാലയൊക്കെ തട്ടുകയാണ് കേട്ടോ. എല്ലാ ദിവസവും എല്ലാ വീക്കെൻഡും ഇങ്ങനെയാണോ ചോദിച്ചാൽ അല്ല, ഒക്കെ ഡിപ്പെൻസാണ്, മൂഡ് അനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ. ചില സമയം പണിയെടുക്കാൻ മടിയാണെങ്കിൽ ക്ലീൻ ചെയ്യൂല, ചില സമയം ക്ലീൻ ചെയ്യാൻ തോന്നും, അന്നേരം ക്ലീൻ ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ. പക്ഷേ അടിച്ചു വാരി തുടയ്ക്കൽ ദിവസം 2 നേരം വെച്ചിട്ടുണ്ട് കേട്ടോ. മരുന്ന് കുടിക്കുന്ന പോലെ 2 നേരം വെച്ചിട്ടുണ്ട്. കാരണം ഡോഗ് ഉള്ളതുകൊണ്ടും കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമോ എന്നുള്ളതുകൊണ്ടും അത് നല്ലോണം ക്ലീനാക്കി വെക്കും കേട്ടോ എപ്പോഴും ഫ്ലോറ്. അപ്പം അടിച്ചു വാരി തുടയ്ക്കലാണ് എൻ്റെ വലിയൊരു ടാസ്ക് രാവിലെ എണീറ്റാൽ. കാരണം ഈ പിള്ളേർ എണീക്കുമ്പോഴത്തേക്കും ഇത് ഫുൾ അടിച്ചു വാരി തുടയ്ക്കണം, അല്ലെങ്കിൽ അവർ അതിലൂടെ ഓടി നടക്കും. പിന്നെ ടോയ്സ് വാരിയിടലും എല്ലാം കൂടിയായിട്ട്. പിന്നെ ആദ്യം തന്നെ കൊലായൊക്കെ തുടച്ച ശേഷം ചോക്കോൻ്റെ കേജ് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവളെ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഡ്രൂൾസിൻ്റെ ഫുഡാട്ടോ ഞാൻ അവൾക്ക് കൊടുക്കുന്നത് മോർണിംഗിൽ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കേജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ തന്നെ പാതി പണി കഴിഞ്ഞു കേട്ടോ. അവളെ ഒന്ന് സെറ്റാക്കിയപ്പോൾ തന്നെ. അതിനുശേഷം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുകയാണ്. കുറച്ച് നേരം റിലാക്സ് ആയിരുന്നു, പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ട്. ഇനി അടുത്ത് എന്താ പണി എടുക്കുക എന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അന്നേരം ഈ റിച്ചുട്ട് എണീറ്റ് കേട്ടോ. റിച്ചുട്ട് എണീറ്റപ്പോൾ ചോക്കോനെ കുളിക്കണം എന്ന് തലേന്ന് പറഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ചോക്കോനെ കുളിപ്പിക്കാൻ നിന്നു കേട്ടോ. അതിനുശേഷം കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നൊരു സിമ്പിൾ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. മാഗിയും പിന്നെ അതുപോലെ എഗ്ഗും ബനാനയും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. അപ്പോൾ റിച്ചുവിന് ഇങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നല്ല സന്തോഷം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴെങ്കിലും കിച്ചണിനും നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് ദിവസം റെസ്റ്റ് തന്നെയായിരിക്കും, എന്നാലും നമ്മളൊരിത് പറയുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ കളിക്കുകയാണ്. പിന്നെ ഒരാൾ ടി വി കാണുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം റിച്ചുട്ടനെ ഇവമോളെയൊക്കെ കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ റിച്ചുട്ടന് കുറവായിട്ട് ഓടി പോവുകയാണ് കേട്ടോ ആൾ. അതിനുശേഷം നമ്മൾ ഇവമോളെ സുന്ദരിയാക്കുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ. ആൾ മുടി കുറച്ച് നീണ്ടുക്കുന്നു, കെട്ടാനുള്ള പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ചീകി അവളെ സുന്ദരിമണിയാക്കി കേട്ടോ. അവൾ ക്യാമറയിലേക്ക് നോക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ആളുടെ ടി വി ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഗ്യാപ്പിലാണ്, സോഫേൻ്റെയും ജനലിൻ്റെയും ഒരു ചെറിയൊരു പോർഷനിലാട്ടോ. അവൾക്ക് ഇരിക്കാനുള്ള അത്രയും സ്പേസേ അവിടെ ഉള്ളൂ താനും. അവളവിടെ ഇരിക്കുക. അവളൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡിലേക്ക് നടന്നു കേട്ടോ. ഇന്നലത്തെ ഓൾറെഡി നമ്മളതിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പച്ചക്കറിയും കൂടി വെക്കാൻ വെച്ചിട്ട് എന്ത് കറിയാണ് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ വന്നിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. മോള് മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ താഴേക്ക് വീഴുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് നോക്കുക കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ആയി ആൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. പപ്പടം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റിച്ചുട്ടൻ ടി വി കണ്ടാൽ വായിലേക്ക് പോകുന്നത് അറിയേയില്ല. അങ്ങനെ അതിനുശേഷം ഉറങ്ങി കേട്ടോ. റിച്ചുട്ടൻ പിന്നെ കള്ളർക്കത്തിൻ്റെ ആളാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വേഗം അവൻ കിടന്നുറങ്ങുന്ന അരി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുറങ്ങി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എഴുതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ എണീറ്റു. അതിലും പണി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പണി കഴിഞ്ഞ് എത്തുന്നതായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാട്ടോ ഞങ്ങൾ. ഇന്ന് എന്ത് സ്നാക്സേക്കും കൊണ്ടുപോകുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ. അപ്പോൾ എല്ലാവർക്കും ഉള്ള വീതം വെച്ചിട്ട് ഓരോരോ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്, തല്ലും പിടി കൂടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ സമയത്ത് ചോക്കോ യുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം വൈകുന്നേരം നമ്മൾ സ്ഥിര പരിപാടിയാണ് കലാപരിപാടി. ചെക്കൻ്റെ വീട്ടുകാരെ കലാപരിപാടിയാണ് ഡാൻസ്. അപ്പം ഞങ്ങൾ എന്നുള്ളതാട്ടോ ഈ പരിപാടി അറിയുന്നത്. അവരെയൊക്കെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു കേട്ടോ. ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്നുള്ളതിൽ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മൾ പോയി ടൗണിൽ എത്തിയിട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ്, ബുക്ക് പൂജേൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. ഞാൻ ഉഴുന്നുവടയാണ് കഴിച്ചിട്ടുണ്ടായത്. ഇവമ്മക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇഡ്ഡലിയും റിച്ചുട്ടൻ കേസരി കഴിച്ചു കേട്ടോ. അതിനുശേഷം ബോളിയും പായസം കഴിക്കാൻ പൂതിയിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു ഇവർ സെർവ് ചെയ്യൽ, ഇപ്പം അതിൻ്റെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ എന്തായാലും അത് നല്ല അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി ഒന്നും നോക്കിയില്ല, വേഗം പോയി കഴിച്ചു കേട്ടോ. അതിനുശേഷം വീട്ടിലെത്തിയപ്പം ചോക്കോന് ഇത്രയും നേരം നമ്മളെ കാണാതെ നിന്നിട്ട് കണ്ടതിൻ്റെ സന്തോഷപ്രകടനമാണ്. ഇവ മോളും ഒട്ടും വിട്ടുകൊടുക്കില്ല എൻ്റെ അമ്മേൻ്റെ അടുത്ത് ആരാന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേച്ചാ ബേബി, സീ യു.